എല്ലാവർക്കും നമസ്കാരം. ആയിരക്കണക്കിന് മന്ത്രങ്ങളും യാഗങ്ങളും ആചാര അനുഷ്ഠാനങ്ങളും ഉപാസനകളും ആത്മീയ മാർഗങ്ങളും ഇതെല്ലാം ഉൾക്കൊള്ളുന്നതാണ് വേദങ്ങൾ. എന്നാൽ ഇവയുടെ എല്ലാം പരമമായ സന്ദേശം ഉൾക്കൊള്ളുന്ന ഒരു ചെറിയ ഭാഗവും വേദങ്ങളിൽ ഉണ്ട്. ആ ഭാഗം പരമമായ സത്യത്തെ വെളിപ്പെടുത്തുന്നു. ഞാൻ ആരാണ്? ഈ പ്രപഞ്ചത്തിന്റെ പരമസത്യം എന്താണ്? ദുഃഖങ്ങളിൽ നിന്ന് ശാശ്വതമായി മോചനം നേടാൻ സാധിക്കുമോ? എന്നീ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് വേദങ്ങളുടെ ആ ചെറിയ ഭാഗം നൽകുന്നത്. അതാണ് വേദാന്തം. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ വേദാന്തത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. പ്രിയമുള്ളവരെ, വേദാന്ത ഇൻ സിമ്പിൾ ലോജിക് എന്ന വീഡിയോ സീരീസിലേക്ക് സ്വാഗതം. വേദങ്ങൾ, വേദാന്തം, മഹാവാക്യങ്ങൾ എന്നീ വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരു വീഡിയോ പരമ്പരയാണിത്. കഴിഞ്ഞ വീഡിയോകൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ദയവായി കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇത് നമ്മുടെ 4ാമത്തെ വീഡിയോ ആണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് വേദങ്ങളിൽ നിന്ന് വേദാന്തത്തിലേക്കുള്ള നമ്മുടെ യാത്രയെക്കുറിച്ചാണ്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനലിന്റെ പ്ലേലിസ്റ്റ് സന്ദർശിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നിങ്ങളുടെ ആത്മീയ യാത്രയ്ക്കോ പൊതുവായ അറിവിനോ ഉപകാരപ്പെടുന്ന ഒരുപാട് വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ വേദങ്ങളിൽ നിന്ന് വേദാന്തത്തിലേക്കുള്ള യാത്ര നമുക്ക് ആരംഭിക്കാം. പ്രിയമുള്ളവരെ, നമ്മൾ കഴിഞ്ഞ വീഡിയോകളിൽ വേദത്തിന്റെ 3 കാണ്ഡങ്ങളെക്കുറിച്ചും 4 ആന്തരിക ഘടനകളെക്കുറിച്ചും വിശദമായി സംസാരിച്ചിട്ടുണ്ട്. ഒരിക്കൽ കൂടി അതെല്ലാം വളരെ ചുരുക്കി ഒന്ന് മനസ്സിലാക്കാം. നമുക്കറിയാം, വേദത്തിന് പ്രധാനമായി 4 ഭാഗങ്ങളുണ്ട്. അതാണ് സംഹിത, മന്ത്രങ്ങൾ അടങ്ങിയ ഭാഗം; ബ്രാഹ്മണം, യജ്ഞങ്ങളും കർമ്മങ്ങളും അടങ്ങിയ ഭാഗം; ആരണ്യകം, ധ്യാനവും ഉപാസനയും അടങ്ങിയ ഭാഗം; അവസാനമായി ഉപനിഷത്തുക്കൾ, ആത്മജ്ഞാനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം. ഈ 4 ഭാഗങ്ങളെ 3 കാണ്ഡങ്ങളായി ഉൾപ്പെടുത്തിയിരിക്കുന്നു. അതാണ് കർമ്മകാണ്ഡം, ഉപാസനകാണ്ഡം, ജ്ഞാനകാണ്ഡം. കാലക്രമേണ വേദങ്ങളുടെ ഈ 2 ഭാഗങ്ങൾ, പ്രധാനമായും ജ്ഞാനകാണ്ഡവും കർമ്മകാണ്ഡവും 2 വ്യത്യസ്ത സ്കൂളുകളായി പുരോഗമിച്ചു, 2 തത്വങ്ങളായി പുരോഗമിച്ചു, 2 ദർശനങ്ങളായി മാറി. അവയാണ് പൂർവ മീമാംസാ ദർശനവും ഉത്തര മീമാംസാ ദർശനവും. വേദാന്തത്തിനെ ഉത്തര മീമാംസ ദർശനം എന്നാണ് പറയുന്നത്. ഈ 2 ദർശനങ്ങൾ തമ്മിൽ പല വ്യത്യാസങ്ങളും ഉണ്ട്. എന്നാൽ പ്രധാനമായ ഒരു വ്യത്യാസം ഇവിടെ ചൂണ്ടിക്കാണിക്കാം. പൂർവ മീമാംസ ബ്രഹ്മനെ അൾട്ടിമേറ്റ് റിയാലിറ്റി, പരമസത്യമായി കാണുന്നില്ല. എന്നാൽ ഉത്തരമീമാംസ, അതായത് വേദാന്ത ദർശനം, ബ്രഹ്മത്തെ പരമസത്യമായി കണക്കാക്കുന്നു. ഇതാണ് ഇവ തമ്മിലുള്ള ഒരു പ്രധാന വ്യത്യാസം. ഇനി വേദാന്തം എന്ന വാക്ക് എങ്ങനെ വന്നു എന്ന് നോക്കാം. വേദത്തിന്റെ ഘടനയിൽ ആത്മീയ വിഷയങ്ങളെ ഉൾക്കൊള്ളുന്ന ഉപനിഷത്തുക്കൾ അവസാനത്തിലാണ് കാണപ്പെടുന്നത്. അവസാനം എന്ന വാക്കിന് സംസ്കൃതത്തിൽ അന്തം എന്നാണ് പറയുന്നത്. അപ്പോൾ വേദങ്ങളുടെ അന്തം വേദാന്തമായി മാറി. അതായത് വേദങ്ങളുടെ അവസാന ഭാഗത്ത് വരുന്ന ആത്മീയ ജ്ഞാനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗത്തെ വേദാന്തം എന്ന് പറയുന്നു. നമുക്കിനി വേദാന്തത്തെക്കുറിച്ച് വിശദമായി മനസ്സിലാക്കാം. പ്രിയമുള്ളവരെ, വേദാന്തത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നതിന് മുൻപ് വളരെ പ്രധാനപ്പെട്ട 2 ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തണം. ഒരുപക്ഷെ നിങ്ങളുടെ മനസ്സിൽ സ്വാഭാവികമായി വരുന്ന ചോദ്യങ്ങളാവും ഇത്. ഒന്നാമത്തെ ചോദ്യം, ഞാൻ ഏത് തിരഞ്ഞെടുക്കണം? കർമ്മകാണ്ഡമോ ജ്ഞാനകാണ്ഡമോ? രണ്ടാമത്തെ ചോദ്യം, മോക്ഷം ലഭിക്കുന്നത് ആത്മജ്ഞാനത്തിലൂടെ ആണെങ്കിൽ പിന്നെ കർമ്മകാണ്ഡത്തിന്റെ ആവശ്യം എന്താണ്? വേദാന്തം ഈ 2 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം മനോഹരമായ ഒരു കഥയിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നു. ഒരിക്കൽ ഒരു ശിഷ്യൻ തന്റെ ഗുരുവിനോട് ഇതേ 2 ചോദ്യങ്ങൾ ചോദിച്ചു. ഗുരു, ഞാൻ ഏത് തിരഞ്ഞെടുക്കണം? കർമ്മകാണ്ഡമോ അതോ ജ്ഞാനകാണ്ഡമോ? എന്നാൽ ഗുരു അതിന് ഉടനെ മറുപടി പറഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞത്, എനിക്ക് ദാഹിക്കുന്നു, കുറച്ച് വെള്ളം കൊണ്ടുവരൂ. ശിഷ്യൻ നദിക്കരയിലേക്ക് പോയി ഒരു കുടം നിറയെ വെള്ളവുമായി തിരിച്ചു വന്നു. അത് കണ്ട് ഗുരു ദേഷ്യപ്പെട്ട് ശിഷ്യനോട് പറഞ്ഞു, ഞാൻ നിന്നോട് വെള്ളം മാത്രമല്ലേ കൊണ്ടുവരാൻ പറഞ്ഞത്? എന്തിനാണ് നീ കുടവും കൊണ്ടുവന്നത്? ശിഷ്യൻ ഒരു നിമിഷം ഒന്ന് അന്താളിച്ചു. അവൻ പറഞ്ഞു, ഗുരു, കുടമില്ലാതെ എങ്ങനെ വെള്ളം കൊണ്ടുവരാൻ കഴിയും? അപ്പോൾ ഗുരു പറഞ്ഞു, ഇതാണ് നിന്റെ ചോദ്യത്തിന്റെ ഉത്തരം. വെള്ളം ജ്ഞാനകാണ്ഡമാണെങ്കിൽ കുടം കർമ്മകാണ്ഡമാണ്. കുടം ഇല്ലാതെ വെള്ളം കൊണ്ടുവരാൻ കഴിയാത്തതുപോലെ കർമ്മകാണ്ഡത്തിലൂടെ തയ്യാറാവാത്ത മനസ്സിന് ജ്ഞാനം ഉൾക്കൊള്ളാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മുടെ പരമമായ ലക്ഷ്യത്തിലെത്താൻ ജ്ഞാനകാണ്ഡവും കർമ്മകാണ്ഡവും നമുക്ക് ആവശ്യമാണ്.
പ്രിയമുള്ളവരെ, ഇപ്പോൾ നിങ്ങൾക്ക് ഉത്തരം വ്യക്തമായി കാണും എന്ന് വിചാരിക്കുന്നു. ഒരു വിദ്യാർത്ഥിയുടെ ലക്ഷ്യം PhD എടുക്കണം എന്നാണ് എന്ന് സങ്കല്പിക്കൂ. പക്ഷേ അതിനുവേണ്ടി പ്രൈമറി സ്കൂൾ, ഹൈസ്കൂൾ വിദ്യാഭ്യാസം ഒഴിവാക്കാൻ കഴിയുമോ? ഒരിക്കലും കഴിയില്ല. അതുപോലെയാണ് ആത്മീയ ജീവിതവും. കർമ്മകാണ്ഡവും ജ്ഞാനകാണ്ഡവും നമുക്ക് ആവശ്യമാണ്. കർമ്മകാണ്ഡം മനസ്സിനെ ശുദ്ധീകരിക്കുകയും പക്വമാക്കുകയും ചെയ്യുന്നു. ജ്ഞാനകാണ്ഡം പാകമായ മനസ്സിലെ അജ്ഞാനത്തെ നീക്കി ആത്മജ്ഞാനം തരുന്നു. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സംസാരിച്ച പുരുഷാർത്ഥത്തെക്കുറിച്ച് ചിന്തിച്ചു നോക്കൂ. ധർമ്മം, അർത്ഥം, കാമം എന്നിവ അനുഭവിച്ച ശേഷമാണ് മോക്ഷത്തിലെത്താൻ വേദങ്ങൾ പറയുന്നത്. വളരെ ലളിതമായി വേദങ്ങളുടെ സന്ദേശം ഇതാണ്: ജീവിതത്തിന്റെ ഓരോ ഘട്ടവും ശരിയായി ജീവിക്കൂ. അവസാനം മോക്ഷം എന്ന പരമ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ പ്രയത്നിക്കൂ. ഫസ്റ്റ് യു പ്രിപ്പയർ, then you realize. ഇനി നമുക്ക് വേദാന്തത്തെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാം. ആദ്യം വേദാന്തത്തിന്റെ ലക്ഷ്യം മനസ്സിലാക്കി ആരംഭിക്കാം. വേദാന്തം മനുഷ്യരാശിക്ക് മുഴുവൻ 2 കാര്യങ്ങളാണ് ഉറപ്പ് നൽകുന്നത്. ഒന്നാമത്തേത് ആത്യന്തിക ദുഃഖ നിവൃത്തി, അതായത് ദുഃഖങ്ങളിൽ നിന്ന് പൂർണ്ണവും ശാശ്വതവുമായ മോചനം. രണ്ടാമത്തേത് പരമാനന്ദ പ്രാപ്തി, അതിരുകളില്ലാത്ത ശാശ്വതമായ സന്തോഷം, ആനന്ദം. പ്രിയമുള്ളവരെ, നിങ്ങൾ ഒരു നിമിഷം ഒന്ന് ചിന്തിക്കൂ. ഒരു മനുഷ്യൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്ക് പിന്നിലും ഈ 2 ലക്ഷ്യങ്ങളല്ലേ ഉള്ളത്? ജോലി ചെയ്യുന്നത്, പണം സമ്പാദിക്കുന്നത്, കുടുംബമുണ്ടാക്കുന്നത്, വിദ്യാഭ്യാസം നേടുന്നത്, വിജയം നേടാൻ പരിശ്രമിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? നിങ്ങൾ ജീവിതത്തിൽ ചെയ്യുന്ന ഒരു ചെറിയ കാര്യം മുതൽ വലിയ കാര്യം വരെ എന്തിനു വേണ്ടിയാണ്? ദുഃഖം കുറയ്ക്കാനും സന്തോഷം വർദ്ധിപ്പിക്കാനുമാണ്. ആധുനിക മനഃശാസ്ത്രവും ന്യൂറോ സയൻസും പറയുന്നത് ഇതേ കാര്യം തന്നെയാണ്. സീക്കിംഗ് പ്ലഷർ ആൻഡ് അവോയ്ഡ് പെയിൻ. അതിനെ പ്ലഷർ പ്രിൻസിപ്പിൾ എന്നാണ് പറയുന്നത്. എന്നാൽ ഈ 2 ലക്ഷ്യങ്ങൾ നേടുന്നത് സാധ്യമായ കാര്യമാണോ? ഒരു പക്ഷേ താൽക്കാലികമായ സന്തോഷമോ ദുഃഖത്തിൽ നിന്ന് താൽക്കാലികമായ മോചനമോ സാധ്യമാണ്. അത് നമ്മൾ അനുഭവിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ശാശ്വതമായ പെർമനന്റായി സാധ്യമാണോ? വേദാന്തത്തിന്റെ ഉത്തരം വളരെ വ്യക്തമാണ്. യെസ്, അത് സാധ്യമാണെന്ന് വേദാന്തം പറയുന്നു. ഇവിടെയാണ് വേദാന്തത്തിന് മാത്രമായിട്ടുള്ള പ്രത്യേകത. മറ്റു പല ഫിലോസഫികളും ലക്ഷ്യം മാത്രം പറയുന്നു. എന്നാൽ വേദാന്തം ആ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള വ്യക്തവും യുക്തിപൂർണവുമായ ഒരു മാർഗവും നമുക്ക് കാണിച്ചു തരുന്നു. ഇനി നമുക്ക് വേദാന്തത്തിനകത്തെ 3 ദർശനങ്ങളെ കൂടി പരിചയപ്പെടാം. കാലക്രമേണ ഉപനിഷത്തുക്കളെ വിവിധ ആചാര്യന്മാർ ഓരോ കാലഘട്ടത്തിലെ സന്ദർഭവും സാഹചര്യവും അടിസ്ഥാനമാക്കി വ്യത്യസ്ത രീതിയിൽ വ്യാഖ്യാനിച്ചു. അതിന്റെ ഫലമായി വേദാന്തത്തിൽ തന്നെ പലതരത്തിലുള്ള ദർശനങ്ങൾ രൂപപ്പെട്ടു. വേദാന്തത്തിലെ പ്രധാനപ്പെട്ട 3 ദർശനങ്ങളെ നമുക്ക് ഒന്ന് പരിചയപ്പെടാം. അതാണ് അദ്വൈതം, വിശിഷ്ട അദ്വൈതം, ദ്വൈതം. വേദാന്തത്തിന്റെ പ്രസ്ഥാനത്രയങ്ങളെ ശങ്കരാചാര്യർ വ്യാഖ്യാനം നൽകി. അതാണ് അദ്വൈത വേദാന്തം. അത് രചിക്കപ്പെട്ടത് 8ാം നൂറ്റാണ്ടിലാണ്. ഇതേ പ്രസ്ഥാനത്രയങ്ങൾക്ക് 11ാം നൂറ്റാണ്ടിലെ മറ്റൊരു ആചാര്യനായ രാമാനുജാര്യ വ്യാഖ്യാനം നൽകി. അതാണ് വിശിഷ്ട അദ്വൈതം. ഇതേ പ്രസ്ഥാനത്രയങ്ങൾക്ക് 13ാം നൂറ്റാണ്ടിൽ വേറൊരു ആചാര്യനായ മധ്വാചാര്യർ വ്യാഖ്യാനം നൽകി. അതാണ് ദ്വൈത വേദാന്തം. ഈ 3 വേദാന്ത ദർശനങ്ങൾ ഉപനിഷത്തുക്കളെയും വേദങ്ങളെയും പരമ പ്രമാണങ്ങളായി കണക്കാക്കുന്നു. ഇപ്പോൾ വീണ്ടും ഒരു സംശയം വരാം. ഈ 3 ദർശനങ്ങളും പരസ്പര വിരുദ്ധങ്ങളാണോ, അതോ വ്യത്യസ്ത നിലപാടുകളെ ഒരേപോലെ അവതരിപ്പിക്കുന്നതാണോ? ഒരു ഉദാഹരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഒരു സമുദ്രത്തിന്റെയും തിരയുടെയും ഉദാഹരണത്തിലൂടെയാണ് നമുക്കിത് മനസ്സിലാക്കാൻ പോകുന്നത്. നിങ്ങൾ ഒരു കടൽ തീരത്ത് നിൽക്കുകയാണെന്ന് സങ്കല്പിക്കൂ. വിശാലമായ സമുദ്രവും തിരകളും നമുക്ക് കാണാൻ കഴിയും. ഇനി ഒരു തിരമാലയുടെ ആകൃതിയും വലിപ്പവും ശ്രദ്ധിക്കൂ. ഒരു തിരമാലയുടെ ആകൃതിയും വലിപ്പവും നോക്കിയാൽ ഓരോ തിരമാലയ്ക്കും സമുദ്രത്തിൽ നിന്ന് വ്യത്യസ്തമുള്ളതായി കാണാം. ഒരു തിരമാലയുടെ സ്റ്റാൻഡ് പോയിന്റിൽ, അതായത് കാഴ്ചപ്പാടിൽ, തിരമാലകളും സമുദ്രവും വ്യത്യസ്തമാണ്. അതാണ് ദ്വൈത വേദാന്ത ദർശനം. ഇനി ഈ വിശാലമായ സമുദ്രത്തിന്റെ ഒരു ഭാഗമാണ് തിരമാല എന്ന് ചിന്തിച്ചു നോക്കൂ. അതായത് വലിയ സമുദ്രത്തിന്റെ ഒരു ചെറിയ അംശമാണ് തിരമാല. ഈ കാഴ്ചപ്പാടിൽ നോക്കുന്നതാണ് വിശിഷ്ട അദ്വൈതം. എന്നാൽ കുറച്ചുകൂടി ആഴത്തിൽ പോയി
തിര, സമുദ്രം എന്നീ നാമരൂപങ്ങൾ മാറ്റിയാൽ രണ്ടിന്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത് വെള്ളമാണ്. സത്യത്തിൽ നിങ്ങളുടെ മുൻപിൽ വെള്ളം മാത്രമേ ഉള്ളൂ. അതാണ് അദ്വൈത ദർശനം, അദ്വൈത വേദാന്തം. നമ്മുടെ ജീവിതവും ഇതുപോലെയാണ്. ഞാൻ ശരീരവും മനസ്സുമാണ് എന്ന കാഴ്ചപ്പാടിൽ നമ്മൾ ഈശ്വരനിൽ നിന്ന് വേറിട്ടവനായി തോന്നുന്നു, ചെറിയവനായി തോന്നുന്നു. അത് ദ്വൈതത്തിന്റെ ദർശനമാണ്. എന്നാൽ ഞാൻ ഈശ്വരന്റെ ഒരു അംശമാണ്, ഒരു ഭാഗമാണെന്ന് തോന്നുമ്പോൾ നമ്മുടെ ഭക്തിയും സമർപ്പണവും സ്വാഭാവികമായി കൂടുന്നു. അതാണ് വിശിഷ്ട അദ്വൈതം. എന്നാൽ ആത്മജ്ഞാനത്തിലൂടെ എൻ്റെ യഥാർത്ഥ സ്വരൂപം തിരിച്ചറിയുമ്പോൾ ഇവിടെ ഈശ്വരനുമില്ല, ഞാനുമില്ല, മറിച്ച് അദ്വയമായ ഒരേ ഒരു ബ്രഹ്മം മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാകുന്നു. അതാണ് അദ്വൈതം. അടുത്ത ഒരു ശ്ലോകത്തിൽ ഇവ മൂന്നും വളരെ മനോഹരമായി വിവരിച്ചിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഈ ശ്ലോകം ഹനുമാൻജിയുടെ പേരിലാണ് പ്രസിദ്ധമായിട്ടുള്ളത്. ശ്രീരാമൻ ഹനുമാനോട് നീ എന്നെ എങ്ങനെ കാണുന്നു, അല്ലെങ്കിൽ ഞാനുമായിട്ടുള്ള നിന്റെ ബന്ധം എങ്ങനെയാണ് എന്ന് ചോദിക്കുന്നു. അതിന് ഹനുമാൻ നൽകുന്ന മനോഹരമായ ഒരു മറുപടിയാണ് ഈ ശ്ലോകം. ശ്ലോകം ഇതാണ്: ദേഹബുദ്ധ്യാതു ദാസോഹം ജീവബുദ്ധ്യാ ത്വദംശകഃ ആത്മബുദ്ധ്യാ ത്വമേവാഹം ഇതി മേ നിശ്ചിതാ മതീഹി. നോക്കൂ, ഇവിടെ ഹനുമാൻ 3 തലങ്ങളിലായി ഉത്തരം നൽകുന്നു. ആദ്യത്തേത് ദേഹബുദ്ധ്യാത് ദാസോഹം. ഞാൻ ശരീരമാണെന്ന് കരുതുകയാണെങ്കിൽ ഞാൻ അങ്ങയുടെ ദാസനാണ്, ഭക്തനാണ്, അങ്ങയുടെ സെർവന്റ് ആണ് എന്ന് ഹനുമാൻ പറയുന്നു. രണ്ടാമത്തേത് ജീവബുദ്ധ്യാ ത്വദംശകഃ. ഞാൻ ജീവനാണ് എന്ന് കരുതുകയാണെങ്കിൽ ഞാൻ അങ്ങയുടെ ഒരു അംശമാണ്. ഇതാണ് വിശിഷ്ട അദ്വൈതത്തിന്റെ കാഴ്ചപ്പാട്. എന്നാൽ അവസാനമായി പറയുന്നത് നോക്കൂ, ആത്മബുദ്ധ്യാ ത്വമേവാഹം എന്നാണ് പറയുന്നത്. ആത്മാവിന്റെ തലത്തിൽ ഞാനും അങ്ങും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല, ഞാൻ അങ്ങ് തന്നെയാണ് എന്ന് പറയുന്നു. അതാണ് അഹം ബ്രഹ്മാസ്മി, അദ്വൈത വേദാന്തത്തിന്റെ കാഴ്ചപ്പാട്. ഒരു സത്യത്തെ 3 കാഴ്ചപ്പാടുകൾ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ വേദാന്തത്തെക്കുറിച്ച് മനസ്സിലാക്കി, വേദാന്തത്തിനകത്തെ 3 ദർശനങ്ങളെക്കുറിച്ചും മനസ്സിലാക്കി. നമ്മൾ ഇവിടെ പ്രധാനമായും അദ്വൈത വേദാന്തമാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. കാരണം ഉപനിഷത്തുക്കളുടെയും മഹാവാക്യങ്ങളുടെയും സന്ദേശം ഏറ്റവും ഡയറക്റ്റായി, നേരിട്ട്, ലോജിക്കലായി, വളരെ യുക്തിപൂർണമായി അവതരിപ്പിച്ചിരിക്കുന്ന ദർശനമാണ് അദ്വൈത വേദാന്ത ദർശനം. അദ്വൈതം എന്ന വാക്ക് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കൂ. ആ പ്ലസ് ദ്വൈതം, അതായത് ഒന്ന് മാത്രമായിട്ടുള്ളത്, രണ്ടില്ലാതെ ഒന്ന് മാത്രമായിട്ടുള്ളത് എന്നാണ് അർത്ഥം. അപ്പോൾ അദ്വൈതത്തിൽ ഒന്ന് മാത്രമേ ഉള്ളൂ, പരമസത്യമായ ബ്രഹ്മം മാത്രമേ ഉള്ളൂ. അപ്പോൾ അദ്വൈത വേദാന്തത്തിൽ നമുക്ക് റിലേഷൻഷിപ്പ് എന്ന വാക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. കാരണം ഇവിടെ മറ്റൊന്നില്ല. നമുക്ക് കമ്പാരിസൺ എന്ന വാക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. കാരണം ഇവിടെ വേറൊന്നില്ല. സബ്ജക്റ്റ് ഒബ്ജക്റ്റ് എന്ന് പ്രയോഗിക്കാൻ കഴിയില്ല. കാരണം ഇവിടെ വേറൊന്നില്ല. ശങ്കരാചാര്യരുടെ ഏറ്റവും ഫേമസ് ആയ സ്റ്റേറ്റ്മെന്റ് ബ്രഹ്മസത്യം ജഗത് മിഥ്യ ജീവോ ബ്രഹ്മൈവ നാപര. ഇവിടെ ബ്രഹ്മം മാത്രമേ സത്യമായിട്ടുള്ളൂ, മറ്റതെല്ലാം മിഥ്യയാണ്, അത് സത്യമല്ല. നിങ്ങൾക്ക് ബ്രഹ്മമല്ലാതെ വേറെ എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അതിന് കാരണം മായയാണ്, അതാണ് മിഥ്യാബോധം. അപ്പോൾ ഈ വീഡിയോ അവതരിപ്പിക്കുന്ന ഞാനും ഈ വീഡിയോ കേൾക്കുന്ന നിങ്ങളും രണ്ടല്ല, മറിച്ച് ഒരേ ബ്രഹ്മമാണ്. ഇനി നമുക്ക് അദ്വൈത വേദാന്തം എന്താണ് പഠിപ്പിക്കുന്നത് എന്ന് നോക്കാം. അദ്വൈത വേദാന്തം എന്നത് വെറും ഒരു തത്വശാസ്ത്രം മാത്രമല്ല, ജീവിതത്തെയും ലോകത്തെയും ദൈവത്തെയും നമ്മുടെ യാഥാർത്ഥ്യത്തെയും കുറിച്ച് പഠിക്കുന്ന ക്രമമായ ഒരു പാഠ്യ പദ്ധതിയാണ്. പ്രധാന വിഷയങ്ങളായ ബ്രഹ്മം, ആത്മ, ഈശ്വരൻ, മായ, അവിദ്യ, ജീവ, മോക്ഷം എന്നീ കാര്യങ്ങളെക്കുറിച്ചെല്ലാം ആഴത്തിൽ പ്രതിപാദിക്കുന്നു. ഈ പഠനം പല അടിസ്ഥാന ചോദ്യങ്ങൾക്കും ഉത്തരം കണ്ടെത്താൻ നമ്മളെ സഹായിക്കുന്നു. ഞാൻ ആരാണ്? ഈ ലോകം എന്താണ്? ഈശ്വരൻ ആരാണ്? ജീവനും ഈശ്വരനും തമ്മിലുള്ള ബന്ധം എന്താണ്? ഇതുപോലെ അനവധി ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുന്നതിലൂടെ വേദാന്തം പതുക്കെ പതുക്കെ നമ്മുടെ അജ്ഞാനത്തെ ഇല്ലാതാക്കുന്നു, ആത്മജ്ഞാനത്തിലേക്ക് നയിക്കുന്നു, നിങ്ങളെ എല്ലാ ദുഃഖങ്ങളിൽ നിന്ന് ശാശ്വതമായി മോചിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, വേദാന്തം എന്നത് വളരെ വിശാലമായ ആഴത്തിലുള്ള ഒരു വിഷയമാണ്. നമ്മൾ ഒരു വീഡിയോയിലൂടെ എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് നമുക്ക് ഓരോ വീഡിയോകളിലൂടെ കുറേശ്ശെ കാര്യങ്ങൾ മനസ്സിലാക്കാം.
അടുത്ത വീഡിയോകളിലായി വേദാന്തത്തിന്റെ ആരംഭം എങ്ങനെയാണ് ജീവിതത്തിൽ സംഭവിക്കുന്നത്, വേദാന്തത്തിന്റെ സിലബസുകൾ എന്തൊക്കെയാണ്, വേദാന്തത്തിന്റെ മാത്രം പ്രത്യേകതമായിട്ടുള്ള 2 ടീച്ചിങ് മെത്തേഡ്സ് എന്താണ്, വേദാന്തത്തിന്റെ 3 ലേണിംഗ്സ് മെത്തേഡ് എന്താണ്, വേദാന്തത്തിന്റെ 3 അടിസ്ഥാനങ്ങൾ എന്തെല്ലാമാണ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഓരോ വീഡിയോയും കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇന്നത്തെ ഈ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ആത്മജ്ഞാനത്തിലേക്കുള്ള ഒരു യാത്ര ആരംഭിച്ചിരിക്കുന്നുണ്ട്. നമ്മൾ ഈ വീഡിയോയിൽ വേദാന്തത്തിനെ കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി. വേദങ്ങളിൽ നിന്ന് എങ്ങനെയാണ് വേദാന്തം എന്ന ആശയത്തിലേക്ക് എത്തിയത് നമ്മൾ കണ്ടു. വേദാന്തത്തിന്റെ 3 ദർശനങ്ങളും അവ തമ്മിലുള്ള ബന്ധവും നമ്മൾ മനസ്സിലാക്കി. ആത്മജ്ഞാനം എന്നത് പെട്ടെന്ന് സംഭവിക്കുന്ന ഒന്നല്ല, അത് ഘട്ടം ഘട്ടമായി നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു പരിവർത്തനമാണ്. കാരണം കുറേ ജന്മങ്ങളിലുള്ള അജ്ഞാനം നമുക്ക് നീക്കേണ്ടതുണ്ട്. നമ്മുടെ ലക്ഷ്യം നമ്മൾക്കറിയാം, ആത്യന്തിക ദുഃഖ നിവൃത്തി, പരമാനന്ദ പ്രാപ്തിയാണ്. അതാണ് മോക്ഷം. ഈ വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.